കേരളത്തിലെ നക്സൽ രാഷ്ട്രീയത്തിൻ്റെ പതനചരിത്രത്തെക്കുറിച്ച് ഇനി നമുക്കായിട്ട് എന്തെങ്കിലും പുതുതായിട്ട് പറയാനില്ല. അതൊരു അനിവാര്യമായ പതനം തന്നെയാണ്. CPI എന്ന പാർട്ടി വിളർന്ന് CPI-ML ആയവർ 80കളിൽ തന്നെ 30-ലധികം സംഘടനകളായി ചിഹ്നിച്ചിതറിയിരുന്നു. നക്സലിസ്റ്റുകളുടേത് വെറും ആക്രമണത്തിൻ്റെ ഭാഷയാണെന്ന് ഭരണകൂടത്തിന് വേഗം ജനങ്ങളെ വിശ്വസിപ്പിക്കാനായി. അതുകൊണ്ട് തന്നെ ഒരു ജനാധിപത്യ മര്യാദകളോ അവകാശങ്ങളോ അവരോട് വേണ്ടെന്നും എല്ലാവരും കരുതി. അതൊരു ആഭ്യന്തര യുദ്ധമായി തന്നെ കണ്ടു. പതിറ്റാണ്ടുകൾക്കിപ്പുറം പ്രബുദ്ധ കേരളത്തിൽ പോലും പല ഏറ്റുമുട്ടൽ കൊലപാതകങ്ങളും ചോദ്യങ്ങളില്ലാതെ സ്വീകരിക്കപ്പെടുന്നതും നാം കണ്ടു. എന്നാൽ നക്സലിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ ഭാഗത്ത് നിന്ന് നോക്കിയാൽ അവർ ഉന്നയിച്ചതെല്ലാം രാജ്യത്തെ അടിസ്ഥാന പ്രശ്നങ്ങൾ തന്നെയായിരുന്നു. ഭരണകൂടം അത് പരിഹരിക്കാൻ പരാജയപ്പെട്ടെടുത്താണ് ജനങ്ങൾ തീവ്രവാദത്തിലേക്ക് തിരിഞ്ഞത്. അപ്പോൾ കുറ്റം ഭരണകൂടത്തിൻ്റെതല്ലേ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. സായുധമാർഗത്തിലൂടെ വിപ്ലവവും ആഹ്വാനം ചെയ്ത ആളുകൾ പിന്നീട് ആഗോള വലതുപക്ഷത്തിൻ്റെ ഗൂഢമായ ഏജൻസി പണിയെടുക്കുന്നതാണ് പിന്നീട് നാം കണ്ടത്. അവരിൽ പലരും ഹൈന്ദവ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ പിടിയിലാകുന്നതും നമ്മൾ അറിഞ്ഞു. നക്സലിസത്തിൽ ജനങ്ങൾക്ക് വിശ്വാസം നഷ്ടപ്പെടാൻ അത് കാരണമായി. മധ്യേന്ത്യയിൽ ഇന്ന് മാവോയിസ്റ്റുകൾ ഉയർത്തുന്ന ആദിവാസി പ്രശ്നങ്ങളൊന്നും ആദിവാസികൾക്ക് വേണ്ടിയേ അല്ലെന്ന് നമുക്കിന്ന് അറിയാം. ഭരണകൂടത്തിന് നേട്ടമുണ്ടാക്കുന്ന വൻകിട കുത്തകളെ സഹായിക്കുന്ന കങ്കാണിപ്പണിയാണ് പലതും. എവിടെയെങ്കിലും ഒരു ആദിവാസി പ്രശ്നം ഉയർന്നു വരുന്നുണ്ടെങ്കിൽ അവിടെ കുറച്ച് മാവോയിസ്റ്റുകളെ കൊണ്ടിറക്കി ഏതു ഭരണകൂടത്തിനും പ്രശ്നങ്ങളെ അടിച്ചമർത്താവുന്നതേ ഉള്ളൂ. മാവോയിസ്റ്റുകളുടെയും ഭരണകൂടത്തിൻ്റെയും ചൂഷണത്തിൽ നിന്നാണ് മധ്യപൂർവേന്ത്യയിലെ ആദിവാസികൾക്ക് ഇന്ന് മോചനം വേണ്ടത്. അവിടെയാണ് 70കളെ വിമോചനത്തിൻ്റെ ചുവന്ന ദശകമാക്കിയ വർഗീസിൻ്റെ പോരാട്ട ജീവിതത്തിൻ്റെ പ്രസക്തി. ഇന്നത്തെ മാവോയിസ്റ്റുകളെ പോലെ ആദിവാസികളെ ഒരു പരിചയാക്കുകയായിരുന്നില്ല വർഗീസ് ചെയ്തിരുന്നത്. അവരിൽ ഒരാളാവുകയായിരുന്നു, അവരായി തന്നെ മാറുകയായിരുന്നു. അങ്ങനെ ഒരു ജന്മം മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. ആ ചരിത്രത്തിന് ഇനിയൊരു തിരിച്ചൊഴുക്കുമില്ല. നക്സലുകൾക്കായി കേരളത്തിൽ ഒരു സ്ഥലവും ഇപ്പോൾ ഒഴിഞ്ഞു കിടക്കുന്നുമില്ല. കേരളത്തിലെ സാമൂഹ്യ സാമ്പത്തിക സ്ഥിതികളെല്ലാം അടിമുടി മാറി. ഒരു സാഹസിക സമരത്തിനും രാഷ്ട്രീയമായി ഇവിടെ സാധ്യതയേയില്ല. പഴയ കമ്മ്യൂണിസ്റ്റ് പദാവലികളെല്ലാം ജനങ്ങൾക്ക് കോമഡിയായി കഴിഞ്ഞു. അധികാരത്തിൻ്റെയും പണത്തിൻ്റെയും സുഖ സൗകര്യങ്ങളുടെയും പങ്കുകച്ചവടത്തിൻ്റെയും രാഷ്ട്രീയത്തിന് ഏതു കൊടി പിടിച്ചാലും തടസ്സമില്ല. അവിടെ വർഗീസ് എന്ന ഓർമ്മ കേരള രാഷ്ട്രീയ ചരിത്രത്തിലെ ഒരു പുരാകൗതുകം മാത്രമാണ്. ദിനോസറുകളുടെ കാലം ഉണ്ടായിരുന്നു എന്ന് പറയും പോലെ ഇവിടെ വർഗീസിൻ്റെയും ഒരു കാലം ഉണ്ടായിരുന്നു എന്ന് പറയാമെന്ന് മാത്രം.